സർപ്രൈസ് കോഴിക്കോട്. സർപ്രൈസ് കോഴിക്കോട്. ഓക്കെ, നമുക്ക് പോവാം. അടുത്തടുത്ത് തോനെ, എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടുത്തടുത്ത് തോനെ കടയുണ്ട്. കണ്ടു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഗായ്സ്, നമ്മൾ വീണ്ടും ട്രിപ്പ് പോയാണ്. ചെറിയ ട്രിപ്പ്. നമ്മള് നല്ലൂരും തന്നെയാണ്, സ്ഥിരം കാഴ്ചക്കാര് തന്നെയാണ്. നമ്മള് വീണ്ടും പോയാണ്. എവിടെയാണ് പോണത്? സർപ്രൈസ് കോഴിക്കോട്. കോഴിക്കോടാണോ? സർപ്രൈസ് കോഴിക്കോട്. സർപ്രൈസ് കോഴിക്കോട്. ഓക്കെ, നമുക്ക് പോവാം. നമ്മൾ എണ്ണ അടിക്കുകയാണ്, ഫുൾ ടാങ്ക് അടിക്കുകയാണ്. ഫുൾ ടാങ്ക് എണ്ണ കയറുന്നു. ഫുൾ ടാങ്ക് അടിക്കുകയാണ്. എവിടെ അതെങ്ങനെ വരുന്നില്ലല്ലോ, ഇവിടെ കട്ട കാണുന്നില്ലല്ലോ. വരും എണ്ണ അടിച്ചിട്ട് ആളുകാരെ അടിച്ചു തുടങ്ങിയില്ല. സോറി ഗൈസ്, കട്ട എണ്ണ അടിച്ചു തുടങ്ങി. ഗൈസ്, എടുത്തു 4190 രൂപയുടെ പെട്രോൾ കയറി. ഫുൾ ടാങ്ക്. നമ്മളെ ചേണി പൊക്കോണ്ടിരിക്കയാണ്. നമ്മളെവിടെ എത്തി? നമ്മള് MC റോഡ് കയറി. നമ്മളിനി എത്ര കിലോമീറ്റർ ഉണ്ട് നമ്മള് വയനാട് എത്താൻ? തമ്പുരാനറിയല്ലേ. ഓക്കെ, നമുക്ക് പോവാം. നമ്മളിപ്പോ അടുത്ത നമ്മളെവിടെ എത്തും? അടുത്ത കൊട്ടാരക്കര. എഴുതി വെച്ചിരിക്കുന്നു. മൂന്നാറാ പോണ്ട. ഓക്കെ, പോണ വഴിക്ക് നമുക്ക് കോട്ടയം കഴിഞ്ഞ് ഇങ്ങനെ ഒരു സ്പോട്ട് കിട്ടി. നമ്മളിവിടെ ഇറങ്ങി ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ എല്ലാം ഉണ്ട്. DJ പാർട്ടിയൊക്കെ ഉണ്ടല്ലേ. എല്ലാം ഉണ്ട്. സമയം 12:09. നമ്മള് എന്തൊരു ഷേക്കാണ് ഓർഡർ ചെയ്തത്? ന്യൂട്രല്ല, ഇത് പേരെന്തോന്നായിരുന്നു ഇതിന്റെ? സ്മോൾ ഐസ്ക്രീം ഓർഡർ ചെയ്തു. നമ്മളോടേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയതാണ്. രാജായി ഷെഫിക്കും നടക്കുന്നത്. രാജാനൊക്കെ കയ്യിൽ എടുത്തോണ്ട് എവിടെ പോണോ? എനിക്ക് വേണ്ട നിന്റെ ജ്യൂസ്. വലിയതൊക്കെ എന്തോന്നു സീറ്റ് ഉണ്ടോ? സീറ്റ്, സ്കൂട്ടർ സീറ്റ്, ടേബിളാ, സ്കൂട്ടർ ടേബിൾ. അപ്പുറത്ത് പർപ്പിള്. ഇവിടെ കൊള്ളാല്ലേ? രാജ എന്തൊരു തിന്നണത്? കൊള്ളാല്ലേ സ്ഥലം? നല്ല രസമുണ്ട്. നൈറ്റിലൊക്കെ വരാൻ കൊള്ളാം. നല്ല സെറ്റപ്പാണ്. ഫാമിലി ആയിട്ട് വന്നിരിക്കാം. ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഒരു കുരങ്ങനെ ഇരിക്കണം അവിടെ. എനിക്കൂടെ ഒറ്റയ്ക്ക് തിന്നാതാ. അപ്പൊ നമ്മളെവിടെ എത്തി? നമ്മള് തൃശ്ശൂർ എത്തി. സുരേഷ് ഗോപി എടുത്ത തൃശ്ശൂർ. അവിടെ നമ്മളെത്തി. എത്ര മണിയായിപ്പാ? 3 മണിയായാ? 3 മണിയായ. നമ്മൾ ഉറങ്ങിപ്പോയി. ഭയങ്കരമായിട്ട് ഉറങ്ങിപ്പോയി. എനിക്ക് ഉറക്കം വരുന്നു. പക്ഷെ ഈ രാജ ഓടിക്കുന്ന കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. നല്ല
പമ്പ് കിട്ടി കേറ്റിക്കോ. പമ്പുള്ളോണ്ട് മൂത്രം ഒഴിച്ചിരിക്കാം. രാവിലെ തന്നെ മഞ്ഞിറങ്ങിയിട്ടുണ്ട്. രാജ കിക്കളും വെട്ടുന്നുണ്ട്. രാവിലെ തന്നെ മഞ്ഞുണ്ട്. ഹായ് 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 ഹായ്. നല്ല മഞ്ഞുണ്ട്. ഇവിടെ ഒരാ കിക്കള്. അപ്പൊ നമ്മൾ താമരശ്ശേരി എത്തിയപ്പോ മഴ പെയ്തു. സൂപ്പർ മഴയാണ്. നല്ല മഴയുണ്ട് അല്ലേ? നല്ല മഴയുണ്ട്. നമ്മള് ചുരം കയറി പോയാണ്. പോയിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. നമ്മളിനി എത്ര ഇതും കൂടെ ഉണ്ട്. നമ്മളിനി ഇതാകണ്ട 1 മണിക്കൂർ 19 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളെ ഡെസ്റ്റിനേഷൻ. മഴ 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 മഴ. നമ്മളങ്ങനെ കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. രാജ പാർക്ക് ചെയ്യാൻ പോകും. ബൈ ബൈ. രാജാക്കൊന്ന് വന്ന് വാങ്ങിച്ചു കൊടുക്കണം. രാജാക്ക് മസാല ദോശ കിട്ടി. സിബീബിൻ്റെ മസാല ദോശ ഇരിക്കണം. ഇങ്ങനെയാണ് അങ്ങോട്ട് ഇരുന്ന് വേണോന്ന് പോലും ചോദിക്കില്ല കേട്ടോ. കൊള്ളാമോ? യെസ് യെസ് യെസ്. കറിവേപ്പിലേക്ക് എടുത്ത് കളയാതെ അതോടെ തിന്നു. മല്ലി അവർ പുറത്തോട്ട് പോയിരുന്നു. വാവയുടെ കുടിച്ച് എൻ്റെ നെയ് റോസ്റ്റ് വന്നു. നമ്മള് വയനാട്ടിന്റെ അടിവാരത്തൂടെ പോയാണ്. ലോഡ് കണ്ടോ? തേയില കണ്ടോ? തേയിലല്ലേ ഇത്? എന്തോ ആണ് എന്തോ. ഇത് പള്ളി, ഒരു അടിപൊളി പള്ളി. നല്ല രസമുണ്ടല്ലേ? വ്യൂ ഉണ്ടോ? അത് ഇത് മാപ്പിന് ഈ വാവയുടെ ഫോണിന് ഭയങ്കര കുഴപ്പം. എവിടെയാ? മല കണ്ടില്ല. മല കാണാനില്ല. ഏത് ലെഫ്റ്റാടാ പറയണ? ഈ ലെഫ്റ്റാ കാണാൻ നല്ല രസമുണ്ട്. നല്ല മഴയായതുകൊണ്ട് മഴ ഉണ്ടെന്നാണ് നമ്മളടുത്ത് ചിലർ പറഞ്ഞിരുന്നത്. എന്നിട്ട് പക്ഷെ ഞാനൊന്നുമല്ല, കാലാവർഷ നിരീക്ഷകർ പറഞ്ഞതാണ് ഇടിവെട്ടിയ മഴയുണ്ടാകുന്നത്. പക്ഷെ മഴ പെയ്ത് ഇടിയില്ല. നാട്ടിൽ നിന്നുള്ള വിവരമായിരുന്നു. പക്ഷെ ഇടിയില്ല, മഴയുണ്ടായിരുന്നു. നമ്മള് വീണ്ടും മലയിലെത്തി. നിങ്ങള് ചോദിക്കാതിരിക്കും എനിക്ക് മലയേ ഉള്ളന്ന്. എന്തിനു ചെയ്യാ? എന്നെ മലയിലേ കൊണ്ടുപോകണുള്ളൂ. ഞാൻ എന്ത് ചെയ്യട്ട്? പുക ആരാ പുകയിട്ട് കേട്ടാ? ഇതാണ് നമ്മളെ മലയോരം കഴിഞ്ഞു പോയ. അതുകൊണ്ടാ. പക്ഷെ നല്ല രസമാണ് ഇത് കാണാൻ. നമുക്ക് കണ്ടാലും ഫഹദ് ഫാസിൽ പറഞ്ഞ കേട്ടാ. ഫഹദ് ഫാസിൽ എന്തിനു പറഞ്ഞ? ഇന്റർനാഷണൽ ജുവല്ലറി ഷോപ്പിംഗിൽ എക്സ്പീരിയൻസ് ഇനി ബത്തേരിയിലും. ഇവിടെ കുറെ ബോർഡുണ്ട് കേട്ടാ. എന്താരാ പൂപ്പൻ ബസ്സൊക്കെ പോണ്. കൽപ്പറ്റ ബത്തേരി അല്ലേ? ബത്തേരി പോയെടുക്ക. എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ഞാൻ നിങ്ങളെ പെണ്ണാട്ടിയുടെ അത്ര. നമ്മളങ്ങനെ വയനാട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. എവിടാ? ലക്കിടിയാ. നമ്മള് ലക്കിടിയിലെത്തി. ലക്കിടി ഇത് മുകളിലാണ് ഈ വയനാട്. കുറേ മുകളിൽ വന്ന് ഗസൽ. അത് കൊള്ളാല്ലേ ആ ബിൽഡിങ്? ഇതിന്റെ മുകളിലാണ് നമ്മളെ റൂം. ഇതിന്റെ പേരെന്തോ നിക്കാ? ഈ ഇവിടത്തെ പേര് ഞാൻ പണിക്കാരൊക്കെ ജോലി ചെയ്യണം. നമ്മളെ റൂം ഇതിന്റെ മണ്ടയിലാണ്.
വെള്ളം വെള്ളം. റൂമിനുടെ റൂം. ആ ഇതാണ് നല്ല വൃത്തിയുള്ള റൂമാണ്. ലക്സറി ഒന്നുമല്ല, പക്ഷേ നല്ല വൃത്തിയുള്ള റൂം. ഇതിന്റെ താഴെയാണ് നമ്മുടെ ദോശ കഫേ. ദോശ കഫേ എനിക്ക് ഞങ്ങളെ റൂം കാണിച്ചു തരാം. നാളെ നമ്മൾ എടുത്ത റൂമാണ്. ഇവിടെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. TV ഉണ്ട്, ഫാനുണ്ട്, AC ഉണ്ട്, പിന്നെ ബാത്റൂമുണ്ട്. ബാത്റൂമിൽ രാജ. നമ്മൾ കുളിച്ചൊക്കെ ഇറങ്ങിയിട്ട് ദോശ തിന്നാനുള്ള പ്ലാനാണ്. ഇവിടെ 40 വെറൈറ്റീസ് ഓഫ് ദോശയുണ്ട്. അപ്പം നമുക്ക് തിന്നാം. നമ്മൾ ദോശ കഫേയിൽ വന്നു. ദോശ ഇവിടെ നിന്നാണ് നമ്മൾ കഴിക്കാൻ പോകണം ഗൈസ്. ഇത് നമ്മളെ റൂമിൻ്റെ താഴെയുള്ള ദോശക്കടയാണ്. 40 വെറൈറ്റീസ് ഓഫ് ദോശയുണ്ട്. അപ്പം നമുക്ക് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ശരിക്കും വേറെയും എല്ലാവരും ഉണ്ട് അല്ലേ? 40 വെറൈറ്റീസ് ഓഫ് ദോശ. ഞാൻ ഒരു സ്റ്റോറി ഇട്ടോട്ട് ഒരു പീസ് എടുക്കാം. സൂപ്പർ സൂപ്പർ. ബീഫ് പോലെ ഉണ്ട് കഴിക്കുമ്പോ. ചിക്കനാണ് പക്ഷേ. നമ്മളങ്ങനെ രാത്രി കുറച്ച് കാഴ്ചക്ക് കാണാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണ്. നമ്മൾ കൽപ്പറ്റ. ഇവിടെ നല്ല രസമുണ്ട് കേട്ടാ നൈറ്റ് പോവാൻ വേണ്ടി. അടുത്തടുത്ത് നമ്മളില് മൈസൂര് പോയില്ലായിരുന്ന അതേപോലെ മൈസൂര് വണ്ടി ഉണ്ട്. നല്ല രസമുണ്ടല്ലേ മൈസൂര് ഇവിടെ കണ്ടോ. അടുത്തടുത്ത് തോനെ. എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടുത്തടുത്ത് തോനെ കടയുണ്ട്. ഊതാ ഊതാ എവിടെ ഇവിടെ തോനെ ഉടുപ്പിന്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ഞാൻ അതൊക്കെ നോക്കി നടക്കുകയായിരുന്നു. കുറെ റെസ്റ്റോറന്റ് ഉണ്ട്. നെസ്റ്റോയിൽ കേറാൻ വേണ്ടി പോവുകയാണ്. വിശന്നിട്ടാണ്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. ഇതിനകത്ത് എന്താണുള്ളത്? താഴെ പോണോ? അതിനകത്ത് കേറാതെ എന്തോന്ന്? ചിക്കിങ്സ് ഉണ്ട്, ചിക്കിങ്സ് ഉണ്ട്. സെക്കൻഡ് ഫ്ലോറിൽ ചിക്കിങ്സ് ഉണ്ട്. നമുക്ക് 349 രൂപയുള്ളൂ. കാറ് പാർക്ക് ചെയ്തിട്ട് വരാം. നമ്മള് KFC തിന്നാൻ വേണ്ടി എവിടെയാണ് കേറിയത്? നെസ്റ്റോയിൽ കേറിയിരിക്കുകയാണ്. നമ്മള് പാർക്ക് ചെയ്തിട്ട് നമ്മള് ലിഫ്റ്റിൽ കയറി നടക്കാൻ പോകും. ലിഫ്റ്റിൽ കയറി വണ്ടിയിൽ പോകണം. ഓക്കെ. നമ്മള് ലിഫ്റ്റിന്റെ ഫ്രണ്ടിലുണ്ട്. തുറന്ന് ആരെ കിട്ടുമോ? എല്ലാരും കിറിഞ്ഞിരിക്കുകയാണ്. ഉറങ്ങി എണീറ്റിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ചിക്കിങ്സിലോട്ടുള്ള നടത്തമാണ്. നല്ല മണം, നല്ല മണം. എവിടെയാണ് നമ്മുടെ സ്ഥലം? ഇവിടെയാണോ കുൽഫി ഷോപ്പ്? ഫുഡ് കോർട്ട്. ഇങ്ങോട്ടുണ്ട്, ഇങ്ങോട്ടുണ്ട്. ഇതിലേത് ഓർഡർ ചെയ്താ? സ്ട്രോബെറിയാ? ക്ലബ് സുലൈമാനി. ഇതൊരു സാധനം. ഇതൊന്നും മോമോസ് ഒക്കെ ഉണ്ടോ? മോമോസ് 95 എല്ലാം 95. ക്രീമി ചിക്കൻ, വെജ് പിക്ചർ, ചോക്ലേറ്റ് ബോ. വാട്ട് ഈസ് ദിസ്?
ആ ഇതാണ് എനിക്ക് വേണ്ടത്, ഈ സാധനം. ഇത് കൊള്ളാം, ഇത് കൊള്ളാം. ആ ഇത് നമുക്ക് ഓഫറിന് വാങ്ങിയാലോ? ഇത് രണ്ടും കൂടെ വാങ്ങിയാലോ? ഇക്ക 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 ഇത് രണ്ടും കൂടെ വാങ്ങാം. ഇടിയുള്ള സംഭവം നമ്മൾ വന്നോ? നമ്മൾ ഇത് ഓർഡർ ചെയ്തു. 3 പീസ് ചിക്കൻ, 6 പീസ് സ്ട്രിപ്സ്, 6 പീസ് ഹോട്ട് പീസ്. മതിയാടി, ധാരാളം. ഇനി അങ്ങനെയാണ്. ഇനി നമ്മൾ ടോക്കൺ 70 വിളിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചെല്ലണം. അതാണ് നമ്മൾ സ്ട്രോബെറി ബബിൾ ടീം, രാജാക്കുരി ജിഞ്ചർ ടീ. എന്ത് മൈൻഡ് എല്ലാവരും. രാജാക്ക് വയ്യ, രാജ ശോകമാണ്. രാജാവ് ടീ ദോയിരുന്നു, പക്ഷേ തന്നില്ലേ. പടം വരച്ച് വെച്ചിരിക്കുന്നുണ്ടാ ദോരിക്കണം ജിഞ്ചർ ടീ. നമ്മൾ ഓർഡർ ചെയ്ത് കിട്ടി. ദിസ് വൺ ഈസ് രാജ, ദിസ് വൺ ഈസ് മീ ആൻഡ്. എങ്ങനെയുണ്ട് ബബിൾ ടീ? എങ്ങനെയുണ്ട് ഡി? ഇന്ന് കുടിച്ചു ഇവള് മരിച്ചു പോയ പറയടി, കൊള്ളാവോ? ഞാൻ കുടിച്ചോട്ടെ. എനിക്ക് കിട്ടി ബബിൾ ടീ കിട്ടി. മറ്റേ പായസത്തിലെ സാധനങ്ങൾ കൊള്ളാം. നമ്മളൊരു സാധനം വാങ്ങാൻ പോകും. ആയിട്ടില്ല, വാ പോവാം. ഈ രാജ ഷെഫീക്കോ നമ്മളെ പറഞ്ഞിട്ട് അരേനെ എനിക്ക്. നമ്മളെ സാധനം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ദോശ അല്ല ചിക്കൻ. വെറൈറ്റി പിസാസ് കിട്ടി, ചിക്കിങ്സ് കിട്ടി. കൈപ്പറ്റിയിരിക്കുകയാണ്. കൊണ്ടു നമുക്ക് റൂമിൽ വരുന്ന തിന്നാം. നമ്മള് വാങ്ങിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മള് നെസ്റ്റോയിന്ന് ഇറങ്ങി. ഇനി നമ്മള് വീട്ടിൽ പോയിട്ട് കഴിക്കണം. വീട്ടിൽ പോയിട്ട് റൂമിൽ പോയിട്ട് അതിന്റെ താഴെ ഒരു ദോശക്കടയുണ്ട്. ആ ദോശക്കടയിൽ നിന്ന് വീണ്ടും ദോശ വാങ്ങിക്കണം. സൂപ്പർ ദോശ എന്ന് വെച്ചാൽ ഗൈസ്, കൊടുത്ത ദോശ എന്ന് വെച്ചാൽ സൂപ്പറാണ്. സൂപ്പർ ദോശ, വെറൈറ്റി ദോശയാണ് അവിടുത്തെ. ഗൈസ് നമ്മളങ്ങനെ നെസ്റ്റോയിന്ന് പോയി. നെസ്റ്റോ കാണുന്നില്ല. നെസ്റ്റോയിന്ന് പോണേ. ഇതാ വീണ്ടും നമ്മള് തെരുവിലോട്ട് ഇറങ്ങിയേ. ഭയങ്കര രസമാണ് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടി. രസമെന്ന് വെച്ചാൽ നൈറ്റ് ഇറങ്ങാൻ വേണ്ടി. ഗൈസ് നമ്മളങ്ങനെ നമ്മളെ റൂമിന്റെ സ്ഥലത്തെത്തി. നമ്മളെ റൂമിന്റെ താഴെയുള്ള സ്ഥലമാണ് ഇത്, ദോശ കഫേ. ഇത് എവിടെയാണ്? ഇതിവിടെയാണ് വരുന്നത്. ഇത് എവിടെയെന്ന് ചോദിച്ചാ നമ്മളെ എന്തോന്ന് കൽപ്പറ്റയില് ദോശ കഫേ. ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. ഇവിടെ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. നമുക്ക് അകത്ത് കയറാം. നമുക്ക് ഇനി ദോശ വീണ്ടും കഴിക്കാം. ദോശയുടെ രുചി പോണില്ല വായിന്ന്. മെയിൻ ആയിട്ടും തട്ട് ദോശ, സാമ്പാർ, സിറ്റ് എന്ന് വെച്ചാൽ അടിപൊളി. ഗൈസ് നിങ്ങളിത് കണ്ടോ? എന്തൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് വയ്യ. പിന്നെ ടിവിയും റോസ്റ്റഡ്. കണ്ടു എല്ലാരും തിന്നു. എടുക്കാൻ പറ്റൂല. നമ്മളെ പീസ് എടുത്താണ്ടല്ലേ നോക്കൂല. നമ്മളങ്ങനെ ദോശ തിന്നാൻ വന്നിരിക്കുകയാണ്. ദോശ വന്നു. ഈ ദോശ ഇങ്ങോട്ട് മതി തിന്നത്. സൂപ്പർ. ഈ തട്ടിൽ കുട്ടി ദോശ, എന്തോ അതിന്റെ പേര്, സെറ്റ് ദോശ. ഈ സാധനം പുളിക്കൂടൊക്കെ ഉണ്ട്. ഇതാണ് അവിടുത്തെ ആംബിയൻസ് എന്ന്
പറയുന്നത്. ഓക്കെയാണ്, സൂപ്പറാണ്. ഓക്കെ, കഴിക്കാം. രാജ കഴിച്ചോ. ഈ സാധനവും കൂടെ മൂന്നും കൂടെ മിക്സ് ചെയ്തൊരൊറ്റ അടി. ഇതിൽ നല്ല ക്രിസ്പിയാണ്, പിന്നെ നല്ല മൊരിഞ്ഞ ദോശയാണ്, പിന്നെ നെയ്യൊക്കെ ഇട്ടിട്ടുണ്ട്. സെറ്റ്. കഴിച്ചോ. ചൂടാണ് ദോശ. അവിടെ പണി തുടരുകയാണ്. ഇനി ഞാൻ കഴിക്കട്ടെ ഗൈസ്. അപ്പം നമ്മൾ നമ്മളെ റൂമിലോട്ട് പോയി. അവിടെ നിന്നെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് എത്തി. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ.